ഓക്കെ, എനിക്ക് 5 minutes ലിമിറ്റ് ഉണ്ട്. അത് അല്ലെങ്കിൽ പ്രീമിയം പർച്ചേസ് ചെയ്യണം. അപ്പോൾ 5 minute ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞെടുക്കുമ്പോൾ കട്ടായി പോയത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് അതായത് ഓപ്പറേഷൻ ചെയ്യപ്പെടുന്ന രണ്ട് വേരിയബിൾസ്, അതായത് എയും ബിയും, ആ എയും ബിയിനെ എന്ത് വിളിക്കും? ഓപ്പറൻസ് എന്ന് വിളിക്കും. ആ ചെയ്യപ്പെടുന്ന ആ നടുവിലുള്ള ഒരു പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്റർ ആണത്, അതിന് ഓപ്പറേറ്റർ എന്ന് വിളിക്കും. ഈ എ പ്ലസ് ബി എന്നുള്ളതിന് എന്ത് പറയും? ഓപ്പറേഷൻ എന്നും പറയും. ഓക്കെ, അത് കത്തിയില്ലേ? സിമ്പിൾ ആണ്. അതിന്റെ എക്സാമ്പിൾ നോക്കിച്ചോ. പ്ലസ് ഈ 3 സിമ്പിൾ നോക്കിച്ചോ. അതാണ് ആ എക്സാമ്പിൾ എഴുതാൻ പറയും, വിത്ത് എക്സാമ്പിൾ എന്ന് പറയാം. അപ്പൊ എക്സാമ്പിൾ എഴുതേണ്ടത് നോക്കിച്ചോണ്ടി. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ്, അതായത് നമ്പർ ഓഫ് ഓപ്പറൻസ്. ഇത് എന്താ ഇനി പറയാൻ പോണത്? ഓപ്പറേറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അതിൽ നമ്പർ ഓഫ് ഓപ്പറൻസ്, അതായത് നമ്മളിവിടെ പഠിച്ചില്ലേ എയും ബി, അങ്ങനെ നമ്പർ ഓഫ് ഓപ്പറൻസ്, അങ്ങനെ യൂണറി, ബൈനറി, ടെർണറി. യൂണറി തന്നെയാണത് പ്രൊണൗൺസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല. അതായത് യൂണറിയിൽ ഒരു ഓപ്പറന്റ് ഉണ്ടാവുള്ളൂ, മനസ്സിലായോ? അതായത് എയും ബിയും 2 ഓപ്പറന്റ് ഉണ്ട്, അതില്ല. ബൈനറിയിൽ 2 ഉള്ളൂ, ടെർണറിയിൽ 3. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. എത്ര ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. യൂണറി, ബൈനറി, ടെർണറി. ഓക്കെ, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറേഷൻ. അതിൽ ഒന്നാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, അതായത് പ്ലസ്, അഡീഷന്, സബ്സ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷന്, മൊഡ്യൂൾസ്, പെർസെന്റേജ് ആണ് സംഭവം. അതായത് യൂസ്ഡ് ഫോർ അരിത്തമാറ്റിക് ഓപ്പറേഷൻ. അത് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ എന്നത് സിമ്പിൾ, അത്രേ ഉള്ളൂ. അതായത് അഡീഷന്, സബ്സ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷന്, ഡിവിഷന്, ഇതിന്റെ മൊഡ്യൂൾസ് എന്ന് പറയാം. മറ്റേത് പെർസെന്റേജ് സംഭവമാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അതായത് ആ ഒരു ഓപ്പറേറ്റേഴ്സിനാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കുക. പിന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, അതായത് റിലേറ്റ് ചെയ്യുക, അതായത് ഒന്നിനോട് വലുതാണോ ചെറുതാണോ, അതൊരു റിലേഷൻ, നമ്മൾ റിലേറ്റ് ചെയ്യല്ലേ, അതിനാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുക. അതായത് ഒരു രണ്ട് ന്യൂമറിക് വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യുക. അതായത് അത് എയ്തർ അത് ട്രൂ ആവാം, ഫോൾസ് ആവാം. അതായത് 1 greater than 2 ട്രൂ ആണോ ഫോൾസ് ആണോ. ഇഫ് അത് ട്രൂ ആണെങ്കിൽ അതിപ്പോ പറയണ്ട, അത് ഓപ്പറേറ്ററിനാണ്. ഓക്കെ, പിന്നെ പറയാം. ഇപ്പൊ ഇവിടെ പറഞ്ഞ അതായത് ഏതർ അത് ട്രൂ ആവാം, ഫോൾസ് ആവാം, മനസ്സിലായോ? അതിനെ കമ്പയർ ചെയ്യുന്ന ആ ഒരു ഓപ്പറേറ്റേഴ്സ് ആണ് എന്ത്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, ഈക്വൽ ടു, ഈക്വൽ ടു. ഈക്വൽ ടു എന്താണെന്ന് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൊണ്ട് കഴിയണം. ഓക്കെ, ഇത് നോട്ട് ഈക്വൽ ടു. ഓക്കെ, മനസ്സിലായില്ല? അതായത് അതിന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്, അതായത് റിലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിന് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി ചോദിച്ചാൽ മതി, സിമ്പിളായി ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, എന്റെ എക്സാമ്പിൾസ് പഠിച്ചു പോയാൽ മതി. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇതൊക്കെ എനിക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറയുന്നത് വെറുതെ ആണോ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ട്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അതായത് ലോജിക്കലി നമ്മളൊരു 2 നമ്പർ നമ്മൾ ഇതാക്കൂല, അതായത് യൂസ് ടു കമ്പൈൻ ലോജിക്കൽ വാല്യൂസ്, റിസൾട്ട് ട്രൂ ഫോൾസ്. അത് ഏതൊർ ട്രൂ ആവാം, ഫോൾസ് ആവാം. അതായത് ഒന്നുമില്ല, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അത്ര പഠിച്ചാൽ മതി. അതിന്റെ ഡെഫിനിഷനും പഠിച്ചു വെച്ചാൽ, അതായത് കമ്പയറിംഗ് ലോജിക്കൽ കമ്പൈൻ ലോജിക്കൽ വാല്യൂസ് കമ്പൈൻ ചെയ്യാനാണ് ഇത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുക. ആ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്? ഡബിൾ, അതുപോലെ ആൻഡ്, അത് ആൻഡ് ആണ്. പിന്നെ 2 ബാർ, അത് ഓറാണ്. പിന്നെ എക്സ്ക്ലമേറ്ററി മാർക്ക്, നോട്ടാണ്. ഈ 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അത് ലോജിക്കൽ ഓപ്പറേഷനിൽ ഉപയോഗിക്കുന്ന 3 ഓപ്പറേറ്റർ ആണ്. അതിനാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. ജസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് സി ഇൻ, സി ഔട്ട്, ഈ രണ്ടൊരു ടേം ഇത് പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ ഇപ്പൊ അതായത് അതില്ലാത്തൊരു പ്രോഗ്രാം ഉണ്ടാവില്ല. സി ഇന്നും സി ഔട്ടും. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഡിജറിന് വാല്യൂ ഇൻപുട്ട് ചെയ്യാം, മനസ്സിലായോ? അതാണ് സി ഇൻ. ആ സി ഇന്നിൽ ഉപയോഗിക്കുന്ന വാല്യൂ ആണ് ഏത്? ഇത്. അതായത് സി ഇന്ന് ചെയ്യാൻ, അതായത് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സി ഇന്നുണ്ടോ, ആ ഒരു എക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിളിന് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ സിമ്പിൾ, സി ഇന്നിൽ. അതേമാതിരി ഔട്ട്പുട്ടിന് യൂസ് ചെയ്യുന്നതാണ് ഈ സിമ്പിൾ. അത് സി ഔട്ട് ആയിരിക്കും ഉണ്ടാവുക. ഒരു വേരിയബിളിന്റെ അതായത് വേരിയബിളിന്റെ ഒരു വാല്യൂ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സി ഔട്ടിന്റെ ഈ ഒരു ഇത്. അപ്പൊ ഇത് സി ഇന്നിന് എന്താ ഉപയോഗിക്കുക? ഇതാ ഉപയോഗിക്കുക. സി ഔട്ടിന് എന്താ ഉപയോഗിക്കുക? ഇതാ ഉപയോഗിക്കുക. ഓക്കെ, ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. 5 മിനിറ്റ് ആവാനായി.